CUSAT 2026-27 പ്രവേശനത്തിനുള്ള CAT രജിസ്ട്രേഷൻ അഡ്മിഷൻ എന്നിവ CUSAT.ac.in എന്ന വെബ്സൈറ്റ് വഴി പൂർത്തിയാക്കണം. അപേക്ഷയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ ആണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ നൽകണം. ഇമെയിൽ അഡ്രസ് ആയിരിക്കും യൂസർ ID അല്ലെങ്കിൽ ലോഗിൻ ID. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് ലോഗിൻ ആണ്. പാസ്വേഡ് ആൻഡ് യൂസർ ID വെച്ച് ലോഗിൻ ചെയ്യണം. തേർഡ് സ്റ്റേജിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, റിസർവേഷൻ എന്നിവ നൽകണം. ഫോർത്ത് സ്റ്റേജിൽ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യണം. ഫിഫ്ത്ത് സ്റ്റേജ് പ്രോഗ്രാം സെലക്ഷൻ ആണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പ്രോഗ്രാം എന്നിവ സെലക്ട് ചെയ്യണം. തുടർന്ന് കാണുന്ന ടെസ്റ്റ് കോഡ് സെലക്ട് ചെയ്യുക. ആറാമത്തെ സ്റ്റേജ് ഷോർട്ട് പ്രിവ്യൂ ആണ്. ഇതിൽ നമ്മൾ നൽകിയ വിവരങ്ങൾ കാണാൻ സാധിക്കും. അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. മാറ്റം വരുത്തണമെങ്കിൽ അതാത് പേജിൽ പോയി എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. സെവൻത് സ്റ്റേജ് ഫീസ് അടയ്ക്കാനുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് എന്നീ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. എയ്ത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് സെന്റർ സെലക്ഷൻ ആണ്. സ്ക്രീനിൽ കാണുന്ന സെന്ററുകളിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള സെന്റർ സെലക്ട് ചെയ്യുക. ശേഷം ഫൈനൽ പ്രിവ്യൂ ആണ്. ഇതിൽ നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപേക്ഷ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി മെയിൽ ലഭിക്കും. ഇനി അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് പരിശോധിക്കണം. 10 ദിവസത്തിനകം അപേക്ഷാ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയി കാണിക്കുന്നില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്രൂവ് ആയാൽ കൺഫർമേഷൻ പേജിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കൈവശം കരുതുക. എല്ലാവരും സൂക്ഷ്മതയോടെ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.